ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിൻ്റെ ഇൻറ്റർ കൺവേർഷനാണ്. മോണോസാക്കറൈഡ്സിൻ്റെ ഇൻറ്റർ കൺവേർഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റത്തെ കൺവേർഷൻ വരുന്നത് അൽഡോസ് ഇൻറ്റു നെക്സ്റ്റ് ഹയർ അൽഡോസ് ആണ്. ഒരു അൽഡോസിനെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഹയർ അൽഡോസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് അറാബിനോസ് ഗ്ലൂക്കോസും മാനോസും ആയിട്ട് മാറുന്നു. ഇപ്പോൾ അറാബിനോസ് ടു ഗ്ലൂക്കോസ് കൺവേർഷനാണ് നമ്മൾ നോക്കുന്നത്. അറാബിനോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഡോ പെൻഡോസ് ആണ്. ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഡോ ഹെക്സോസ് ആണ്. അപ്പോൾ പെൻഡോസ് ഹെക്സോസ് ആയി മാറുന്നു. അപ്പോൾ അതിന് ആദ്യം എന്ത് ചെയ്യണു, HCN വെച്ച് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. HCN വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ അവിടെ CN വരും. ഒരു CN എന്നുള്ള ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് അവിടെ CN ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ CNനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ അത് COH ആയി മാറുന്നു. ആദ്യം ഗ്ലൂക്കോണോ നൈട്രൈലായി മാറുന്നു. ദെൻ അത് ഗ്ലൂക്കോണിക് ആസിഡായി മാറുന്നുണ്ട്. പിന്നെ അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ടർ എലിമിനേഷൻ നടന്നിട്ട് ലാക്ടോൺ ആയി മാറുന്നു. ആംബിച്ചോൺ റിഡക്ഷൻ സോഡിയം അമാൽഗം വെച്ച് ട്രീറ്റ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ഗ്ലൂക്കോസ് ആയി മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അറാബിനോസ് ആദ്യം HCN വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഗ്ലൂക്കോണോ നൈട്രൈൽ ആവുന്നു. വിച്ച് ഓൺ ഹൈഡ്രോളിസിസ് ഗീവ്സ് ഗ്ലൂക്കോണിക് ആസിഡ് ആൻഡ് അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ടർ എലിമിനേഷൻ നടന്നിട്ട് ലാക്ടോൺ ഫോം ചെയ്യുന്നു. ലാക്ടോണിനെ സോഡിയം അമാൽഗം വെച്ചിട്ട് അല്ലെങ്കിൽ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡോ സോഡിയം അമാൽഗം ഒക്കെ വെച്ചിട്ട് റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ CO എന്ന CH2 അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഗ്ലൂക്കോസ് ആയി മാറും. ഈ ഒരു പ്രോസസ്സിനെ ഇതിന് പറയുന്ന പേരാണ് കിലിയാനി ഫിഷർ സിന്തസിസ്. കിലിയാനി ഫിഷർ സയനോഹൈഡ്രൻ സിന്തസിസ് എന്നും കൂടി അതിനെ പറയാറുണ്ട്. അപ്പോൾ കൺവേർഷൻ ഓഫ് ആൻ അൽഡോസ് ഇൻറ്റു നെക്സ്റ്റ് ഹയർ അൽഡോസിൽ വരുന്ന ഒരു പേരാണ് കിലിയാനി ഫിഷർ സിന്തസിസ് അല്ലെങ്കിൽ കിലിയാനി ഫിഷർ സയനോഹൈഡ്രൻ സിന്തസിസ്. ഓക്കെ, ഇനി രണ്ടാമത് പറയുന്നത് ഇതിൻ്റെ ഡീഗ്രഡേഷൻ എന്ന് പറയും. റഫ് ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത് ചെയ്യുക, താഴേക്ക് വരികയാണ്. അപ്പോൾ ഒരു ഹയർ എന്തുണ്ടായിരിക്കും, ഹയർ കാർബോഹൈഡ്രേറ്റ് ലോവർ കാർബോഹൈഡ്രേറ്റ് ആയി മാറുന്നു. ഇവിടെ അൽഡോ ഹെക്സോസ് ആണുള്ളത്. ഹെക്സോസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് അറാബിനോസ് ആയി മാറുന്നു. അപ്പോൾ അൽഡോ ഹെക്സോസ് അൽഡോ പെൻഡോസ് ആയി മാറുന്നു. നെക്സ്റ്റ് ലോവർ കാർബോഹൈഡ്രേറ്റ് ആയി മാറുകയാണ്, ലോവർ അൽഡോസ് ആയിട്ട് മാറുന്നു. അപ്പം അതിനെ ഗ്ലൂക്കോസിനെ ബ്രോമിൻ വാട്ടർ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഗ്ലൂക്കോണിക് ആസിഡ് ഉണ്ട്. ദെൻ അതിനെ കാൽഷ്യം ഹൈഡ്രോക്സൈഡായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ കാൽഷ്യം സോൾട്ട് ഫോം ചെയ്യുന്നു. വിച്ച് ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് ഫെറസ് സൾഫേറ്റ്, ഒന്നുകിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. ഫെറിക് അസറ്റേറ്റ്, ഫെൻഡൻസ് റിയേജന്റ് എന്ന് അതിനെ പൊതുവേ പറയാറ്. ഓക്സിഡേഷൻ ഫെൻഡൻസ് റിയേജന്റുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഫെറസ് സൾഫേറ്റും H2O അല്ലെങ്കിൽ ഫെറിക് അസറ്റേറ്റ് അതും H2O വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ അറാബിനോസ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഒന്നുമില്ല, ഗ്ലൂക്കോസിനെ ഓക്സിഡേഷൻ ചെയ്യുക, ഗ്ലൂക്കോണിക് ആസിഡ് ആക്കുന്നു, കാൽഷ്യം സോൾട്ട് ആക്കി മാറ്റുന്നു. ദെൻ ഫെൻഡൻസ് റിയേജന്റ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ അറാബിനോസ് ഫോം ചെയ്യുന്നു. ഈ ഒരു മെത്തേഡിനെ പറയുന്ന റഫ് മെത്തേഡ് അല്ലെങ്കിൽ റഫ് ഡീഗ്രഡേഷൻ പ്രോസസ് എന്നാണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതിൽ പറയുന്നത് ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുന്നു, ഫ്രക്ടോസ് ആക്കി മാറ്റുന്നു. അപ്പോൾ അവിടെ ഒരു അൽഡോസിനെ കീറ്റോസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അൽഡോസിനെ കീറ്റോസ് ആക്കി മാറ്റുന്നു, കറസ്പോണ്ടിങ് കീറ്റോൺസ് ആക്കി മാറ്റുകയാണ്. അൽഡോ ഇത് ഹെക്സോസ് തന്നെയാണ് വരുന്നത്, കീറ്റോസും ഹെക്സോസ് ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് കീറ്റോസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതിന് ആദ്യം ഗ്ലൂക്കോസിനെ ഫിനൈൽ ഹൈഡ്രസീൻ വെച്ച് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. എക്സസ് ഫിനൈൽ ഹൈഡ്രസീൻ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഓസസോൺ ഫോം ചെയ്യും. വിച്ച് ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് വാട്ടർ. ഓക്കെ, അപ്പോൾ എക്സസ് ഫിനൈൽ ഹൈഡ്രസീൻ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഓസസോൺ ഫോം ചെയ്യുന്നുണ്ട്. അതിനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ഗ്ലൂക്കോസസോൺ ഫോം ചെയ്യും. ഓക്കെ, ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ഗ്ലൂക്കോസസോൺ ഫോം ചെയ്യുന്നു. ആസിഡ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡോ ഏതെങ്കിലുമൊക്കെ വെച്ചിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, ആസിഡിഫൈ ചെയ്യുന്നു, ഹൈഡ്രോളൈസ് ചെയ്യുന്നു. അപ്പോൾ ഗ്ലൂക്കോസസോൺ ഫോം ചെയ്യുന്നു. ഓക്കെ, CO ആയി മാറുന്നു. CO എന്നുള്ള ഫങ്ഷണൽ ഗ്രൂപ്പായി മാറുന്നു. അതിനെ റിഡക്ഷൻ ട്രീറ്റ് ചെയ്യുക. ഇൻ പ്രസൻസ് ഓഫ് അസറ്റിക് ആസിഡ്, സിങ്കിൻ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡിൽ reduced with a single glacial acetic acid to form fructose. അപ്പോൾ ഗ്ലൂക്കോസിനെ എക്സസ് ഫിനൈൽ ഹൈഡ്രസീൻ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഒസാസസോൺ ഫോം ചെയ്യുന്നു, ഗ്ലൂക്കോസസോൺ ആക്കി മാറ്റുന്നു. അതിനെ ഏതെങ്കിലും ആസിഡ് വെച്ച് ഹൈഡ്രോളൈസ് ചെയ്തിട്ട് വിച്ച് ഓൺ റിഡക്ഷൻ വിത്ത് സിങ്കിൻ പ്രസൻസ് ഓഫ് അസറ്റിക് ആസിഡ് ഫ്രക്ടോസ് ഫോം ചെയ്യുന്നു. ഇനി അടുത്ത മെത്തേഡിൽ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, കീറ്റോസിനെ കറസ്പോണ്ടിങ് അൽഡോസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അവിടെ ആദ്യം നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു, സോഡിയം അമാൽഗം വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യുമ്പോൾ ആ CO എന്നുള്ള
കീറ്റോ ഗ്രൂപ്പ് എന്തായി മാറുന്നു? ആൽക്കഹോളിക് ഗ്രൂപ്പായി മാറുന്നു. റിഡക്ഷൻ ചെയ്യുമ്പോൾ അത് ആൽക്കഹോളിക് ആയി. ഇനി അതിനെ ഓക്സിഡേഷൻ ചെയ്യാണ്. അപ്പോൾ CH2OH COH ആയി മാറും, ഗ്ലൂക്കോണിക് ആസിഡ് ആയി മാറുന്നു. ഓക്കെ, അപ്പോൾ ഫ്രക്ടോസ് ആദ്യം സോർബിറ്റോൾ ആയി മാറുന്നു റിഡക്ഷൻ ചെയ്യുമ്പോൾ. ദെൻ അത് ഗ്ലൂക്കോണിക് ആസിഡ് ആയി മാറുന്നു, ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ടർ എലിമിനേഷൻ നടന്നിട്ട് അവിടെ ഒരു ലാക്ടോൺ ഫോം ചെയ്യുന്നു. ആ ലാക്ടോണിനെ സോഡിയം അമാൽഗം വെച്ചിട്ട് റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലൂക്കോസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഫ്രക്ടോസിനെ ആദ്യം സോഡിയം അമാൽഗം വെച്ച് ട്രീറ്റ് ചെയ്തിട്ട് അത് ആൽക്കഹോളിക് സോർബിറ്റോൾ ആക്കി മാറ്റുന്നു. ദെൻ ഓക്സിഡേഷൻ ചെയ്യുന്നു, ഗ്ലൂക്കോണിക് ആസിഡ് വിച്ച് ഓൺ വാട്ടർ എലിമിനേഷൻ ഹീറ്റ് ചെയ്യുമ്പോൾ ഡീഹൈഡ്രേഷൻ നടന്നിട്ട് ലാക്ടോൺ ഫോം ചെയ്യുന്നു, വിച്ച് undergoes reduction with the sodium amalgam to form the glucose. അപ്പം ഇങ്ങനെയാണ് കൺവേർഷൻസ് നടക്കുന്നത്.